നമ്മുടെ കട്ടകടിയിൽ രാമചന്ദ്രൻ വന്നിട്ട് ഇന്ന് ഇനാഗ്രേഷൻ ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വൈകിട്ട് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് പോയി. ഡ്രസ്സ് വാങ്ങിക്കാൻ അങ്ങനെ വലിയ പർച്ചേസ് ഒന്നുമില്ല. അനിയന് ക്രിസ്മസ് അല്ല ഓണ ഫംഗ്ഷന് വേണ്ടിയിട്ട് മെറൂൺ കളർ ഷർട്ട് വേണം. അപ്പോൾ എന്തായാലും ഇന്ന് ഇനാഗ്രേഷൻ അല്ല, അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് കരുതി വന്നതാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ വഴിക്ക് കിടന്ന് അവൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കി. നമ്മൾ കുറേ ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കി. സത്യം പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര കളക്ഷൻസും കാര്യങ്ങളും ഇല്ല, ഉണ്ട് എന്നാലും ഭയങ്കര ഇതുണ്ട്, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ കുറേ ആയിട്ട് നോക്കാനും പിടിക്കാനും എന്നുള്ള ഒരു സമയമേ ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് എൻ്റെ കൂട്ടുകാരിനെ കണ്ടായിരുന്നു. ഈ ഷിംലയാണ്, കൂടെ പഠിച്ചതാണ് കേട്ടോ 10ാം ക്ലാസ് വരെ. അപ്പോൾ അവളെ കണ്ടായിരുന്നു. അങ്ങനെ അവളെ ഞാനും കൂടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിന്ന്. അവൾ മോൾക്ക് പട്ടുപാവാട വാങ്ങാൻ വന്നിട്ടുണ്ട് ഇതുപോലെ ഓണ ഫംഗ്ഷന് വേണ്ടിയിട്ടേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് അവളങ്ങനെ ടാറ്റ പറഞ്ഞ് പോയി. പിന്നെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ കറങ്ങി മുകളിലൊക്കെ പോയി ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിന്നിട്ട് നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. അവൻ ഷർട്ട് വാങ്ങിച്ച്. പിന്നെ അതായത് നമ്മൾ നേരെ പാർക്കിലോട്ട് വന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വിസ്മയ പാർക്ക് എന്ന് പറയുന്ന സ്ഥലമുള്ളത്. മീൻസ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പാർക്ക്. അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ കുട്ടികളെ കുറച്ച് നേരം കളിച്ച്. ഇവിടെ വന്നാൽ പിന്നെ ഇത് കളിക്കാണ്ട് പോവില്ല അവർ. അങ്ങനെ കുറേ നേരം കളിച്ച്. എനിക്ക് പിന്നെ സമയം പോകാനായിട്ട് ഇവിടെ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ. പാട്ടൊക്കെ കണ്ട് അങ്ങനെ ചില്ലായിട്ട് കുറച്ച് നേരം നിന്ന്. സത്യം പറഞ്ഞാൽ നല്ല തലവേദനയായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. എന്തോ ഭയങ്കര മൈഗ്രെയിൻ്റെ തലവേദനയൊക്കെ ഉണ്ട്. പിന്നെ അവൾ കുറച്ച് ഡാൻസ് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണ വഴിയിട്ട് അനിയൻ പറഞ്ഞു ഇനി കാപ്പിയൊന്നും ഉണ്ടാക്കണ്ട, കാപ്പി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കാപ്പിയെല്ലാം വാങ്ങിച്ച് അവിടെ ഇരുന്നപ്പോഴും എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൻ പോയി ഒരു ഗുളികയൊക്കെ വാങ്ങിച്ച് തന്ന്. ഗുളികയൊക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോഴാണ് ഓക്കെ ആയത്. പിന്നെ നേരെ വീട്ടിൽ വന്ന് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഉമ്മാക്ക് രാജകുമാരിയിൽ നിന്ന് ഇത് പർദ്ദ എടുത്തിട്ടുണ്ടായിരുന്നേ. അവിടെ നമ്മൾ എടുത്തില്ല, തിരക്കായതുകൊണ്ട്. പിന്നെ വേറെ കടയിൽ നിന്ന് എടുത്തു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.